ഹായ് ഫ്രണ്ട്സ്. ഇന്ന് 11ാമത്തെ ഡേൻ്റെ എക്സാമാണ് നമ്മളിന്ന് നടത്താൻ പോകുന്നത്. ഓൾറെഡി ടോപ്പിക്കുകൾ തന്നതാണ്. ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? SCERT-ലെ 6ാം ക്ലാസ് സയൻസ് ചാപ്റ്റർ 2 മാറ്റത്തിൻ്റെ പൊരുൾ എന്നുള്ള ആ ചാപ്റ്റർ. അതേപോലെ പിന്നെ ഏതാണ് SCERT 6ാം ക്ലാസ് സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ മധ്യകാല ഇന്ത്യ. പിന്നെ LGS 2021 മെയിൻ എക്സാമിൻ്റെ പേപ്പർ 60 to 80 ക്വസ്റ്റ്യൻ കേട്ടോ. 60 to 80 ക്വസ്റ്റ്യൻ വരെയാണ് പഠിക്കാൻ പറഞ്ഞത്. 11ാമത്തെ ഡേൻ്റെ എക്സാമാണ്. അപ്പോൾ നിങ്ങൾ ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അപ്പോൾ എക്സാമിലേക്ക് കടക്കുകയാണ്. അപ്പോൾ കടക്കുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയുകയാണ്. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കും, നിങ്ങൾ എന്ത് ചെയ്യുക, പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യുക. ശരിക്കും എക്സാം ചെയ്യുന്ന PSC എക്സാം എങ്ങനെയാണ് വരുന്നത് ആ മോഡിൽ തന്നെ ചെയ്യാം. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്യും, എല്ലാത്തിൻ്റെ ആൻസർ പറയും. ഇന്ന് 35 ക്വസ്റ്റ്യൻ ആണുള്ളത്. 2 ചാപ്റ്ററും പിന്നെ നമുക്ക് LGS-ൻ്റെ പേപ്പറും അല്ലാതെ. അപ്പോൾ 35 ക്വസ്റ്റ്യൻ ആണ്. അതിൽ മാക്സിമം നല്ല ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉള്ളത്. എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓരോ ക്വസ്റ്റ്യനും ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, നിങ്ങൾ ആൻസർ ചെയ്യുക. എന്നിട്ട് ഇത് അവസാനം മാത്രം എന്ത് ചെയ്യുക, നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര മാർക്കാണെന്നുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി നോക്കുക. കാരണം നിങ്ങളുടെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതൽ തുടങ്ങുവാണേ. ജസ്റ്റ് ആദ്യം ക്വസ്റ്റ്യൻ മാത്രമേ വായിക്കൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്തിട്ട് പോകണം. അവസാനം മാത്രം തിരിച്ച് വന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ ചരിത്രത്തിൽ മധ്യകാല ഘട്ടം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ച ആദ്യത്തെ രാജവംശം. തേർഡ് ക്വസ്റ്റ്യൻ, അടിമ വംശ സ്ഥാപകൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഡൽഹി സൽത്താനത്തിൻ്റെ ഭരണകാലം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യമായി ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കിയത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ദൗലത്താബാദിലേക്ക് മാറ്റിയ ഭരണാധികാരി. 8, ഫസ്റ്റ് പാനിപ്പത്ത് യുദ്ധം. 9, മാൻസബ്ദാരി സമ്പ്രദായം കൊണ്ടുവന്നത്. 10, അക്ബർ നാമ എഴുതിയത്. 11, വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച പേർഷ്യൻ സഞ്ചാരി. 12, ദക്ഷിണേന്ത്യയിലെ നെല്ലറ. 13, ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചത്. 14, പ്രകാശ സംരക്ഷണം നടക്കുമ്പോൾ. 15, തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഊർജം ഉള്ള അവസ്ഥ. 16, സ്റ്റേറ്റ്മെൻറ്റ് 1, പേപ്പർ കത്തിക്കുമ്പോൾ രാസമാറ്റം സംഭവിക്കുന്നു. സ്റ്റേറ്റ്മെൻറ്റ് 2, ഭൗതിക മാറ്റം സ്ഥിരമാണ്. 17, ശരിയായ ക്രമം ഏത്? 18, 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റ് ആണ്? 19, പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന 2 വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം. 20, ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം. 22, ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ക്വസ്റ്റ്യൻ അഡീഷണൽ ആയിട്ട് വന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്ന് 22ലേക്ക് തുള്ളിയത്. ഇപ്പം നിങ്ങൾ 21ാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. ഒന്ന് അഡീഷണൽ ഒരു സ്ലൈഡ് വന്നതാണ് അവിടെ. 22ാമത്തെ ക്വസ്റ്റ്യൻ, യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ശുക്രനെ കുറിച്ച് പഠിക്കാനായി ആരംഭിക്കുന്ന മിഷൻ. 23ാമത്തെ ക്വസ്റ്റ്യൻ, ജലജന്യ രോഗം. 24ാമത്തെ ക്വസ്റ്റ്യൻ, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം. 25ാമത്തെ ക്വസ്റ്റ്യൻ, നിർജ്ജലീകരണത്തിന് കൊടുക്കുന്നത്. 26, ആർദ്രം ദൗത്യത്തിൻ്റെ ലക്ഷ്യം. 27, ശുദ്ധജലത്തിൽ pH മൂല്യത്തിൻ്റെ അളവ്. 28, മനുഷ്യ ശരീരത്തിലെ ബാഹ്യ പരാതം. 29, അശ്വമേധം പ്രചാരണം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 30, സ്വാന്തന പരിചരണം നൽകുന്നു. 31, ഇൻസുലിൻ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. 32, വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധത. 33, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി.
34 ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിൻ ഏതാണ്? ഓക്കെ, അപ്പോൾ 34 ക്വസ്റ്റ്യൻ കേട്ടോ. ഒരു സ്ലൈഡ് ഓവറായിട്ട് വന്നതാണ്, അവിടെ ഒരു സ്ലൈഡ് മാറിയിട്ട് വന്നതാണ് സംഭവം. 35 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടാവും, അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, ബബിൾ ചെയ്തിട്ടുണ്ടാവും. പറ്റുമെങ്കിൽ ഒരു OMR ഷീറ്റ് തന്നെ വാങ്ങിയിട്ട് എന്ത് ചെയ്യുക, ബബിൾ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്ത്യ ചരിത്രത്തിൽ മധ്യകാലഘട്ടം എന്നറിയപ്പെടുന്ന ഏതാണ്? AD 8 മുതൽ 18 വരെയുള്ള കാലഘട്ടമാണ് കേട്ടോ. AD അല്ലെങ്കിൽ കോമൺ ഇറ എന്ന് പറയും. AD 8-18 കാലഘട്ടമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2 ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ച ആദ്യത്തെ രാജവംശമാണ് തൊമര രാജവംശം. ഓപ്ഷൻ ബി. അടിമ വംശത്തിൻ്റെ സ്ഥാപകനാണ് കുത്തുബുദ്ദീൻ ഐബക്ക്. ഓപ്ഷൻ സി. ഡൽഹി സൽത്താനത്തിൻ്റെ ഭരണകാലം 1206 to 1526 ഡൽഹി സൽത്താനത്തിൻ്റെ ഭരണകാലം. അതിൽ നിങ്ങൾ ഇതും കൂടി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട്, 1526 മുതൽ 1858 വരെയാണ് ഇത് മുഗൾ ഭരണകാലം കേട്ടോ. അതൊക്കെ ഓർമ്മ വരണേ. ആദ്യമായിട്ട് ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കിയത് ഇൽത്തുമിഷാണ്. ഓപ്ഷൻ ബി. ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരി, ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, റസിയ സുൽത്താന. ഓപ്ഷൻ സി. തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ദൗലതാബാദിലേക്ക് മാറ്റിയ ഭരണാധികാരി, ഓപ്ഷൻ ബി മുഹമ്മദ് ബിൻ തുഗ്ലക്. ഫസ്റ്റ് പാനിപ്പത്ത് യുദ്ധം AD 1526. മാൻസബ്ദാരി സമ്പ്രദായം കൊണ്ടുവന്നത് അക്ബറാണ്. ഓപ്ഷൻ സി. അക്ബർ നാമ എഴുതിയത് അബുൽ ഫസൽ കേട്ടോ, അബുൽ ഫസൽ അക്ബർ നാമ. ഓപ്ഷൻ സി. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച പേർഷ്യൻ സഞ്ചാരി അബ്ദുൾ റസാഖ്. ഓപ്ഷൻ എ. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്നത് റൈച്ചൂർ. അത് നിങ്ങൾക്ക് ഓർമ്മ, നെല്ല് കൊണ്ടല്ല നെയ്ച്ചോർ ഉണ്ടാക്കുന്നത് എന്ന് ഓർത്തിച്ചാൽ മതി കേട്ടോ. നെയ്ച്ചോർ എന്നുള്ളത് എന്നൊക്കെ ചെറിയ ചെറിയ കണക്ഷനൊക്കെ കൊടുക്കുക ഫസ്റ്റ് പഠിക്കുന്ന ഒരു ഫാക്റ്റ് ആണെങ്കിൽ. ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചത് ശിവജി. ഛത്രപതി ശിവജി എന്ന് നമ്മൾ കേൾക്കുന്നതാണ് കോമൺലി. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? സസ്യങ്ങൾ പ്രകാശ ഊർജം രാസോർജമാക്കിയിട്ടാണ് മാറ്റുന്നത്. ഏതാ? ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഊർജം ഉള്ള അവസ്ഥ തന്നിരിക്കുന്നതിലാണ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഏതാണ്? വാതകത്തിനാണ് ഏറ്റവും കൂടുതൽ ഊർജം ഉള്ള അവസ്ഥ എന്ന് പറയുന്നത്. പേപ്പർ കത്തിക്കുമ്പോൾ രാസമാറ്റം, അതെന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഭൗതിക മാറ്റം സ്ഥിരമാണ്, അത് തെറ്റാണ്. അപ്പോൾ ഇതിൽ ഒന്ന് മാത്രമാണ് ശരി എന്ന് പറയുന്നത്. ഏതാണ് സ്ഥിരമായിട്ടുള്ളത്? രാസമാറ്റമാണ് സ്ഥിരം മാറ്റം എന്ന് പറയുന്നത്, രാസമാറ്റം. ശരിയായ ക്രമം എഴുതാൻ അത് ഞാൻ കോഡ് വെച്ച് പറഞ്ഞതുണ്ട്, ബാജ് സാബ് എന്നുള്ള കോഡ് വെച്ച് പറഞ്ഞതുണ്ട്, ഓർമ്മ ഉണ്ടാവും, ബാജ് സാബ്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്നത് ഏതായിരിക്കും? അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. ഏതാ? ഓപ്ഷൻ സി ആണ്. 18 ഇതിൻ്റെത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം LGSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താണ് ഇതൊക്കെ എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അഡീഷണൽ ആയിട്ട് ഇതൊന്നും പറയുന്നില്ല, കാരണം അത് കൂടുതലായി പോകും, വലിയ ലെങ്തി വീഡിയോ ആയി. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, യൂട്യൂബിൽ ആ വീഡിയോ LGS ചെയ്ത വീഡിയോ ഉണ്ട്, അതെടുത്ത് കണ്ടാൽ മതി. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് എങ്ങനെയാണ് ഫാരൻഹീറ്റിലേക്ക് മാറ്റുന്നതെന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇക്വേഷൻ വെച്ച് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് വരിക. അതേപോലെ പരസ്പരം സ്പർശിക്കുന്ന 2 വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലമാണിത്, ഘർഷണ ബലം. ഇതാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നത്. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകമാണ് ഇത്, ബ്യൂട്ടൈൻ. ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? മെർക്കുറിക് ഓക്സൈഡ്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ശുക്രനെ കുറിച്ച് പഠിക്കാൻ ആരംഭിക്കുന്ന മിഷനാണ് എൻവിഷൻ. ജലജന്യ രോഗം, ഇതിൽ ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും അതേപോലെ ലെപ്റ്റോസ്പൈറോസിസ് എലിപ്പനിയും എന്നാണ് ജലജന്യ രോഗം. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ഏതാ വരിക? 1, 3, 4. ഓപ്ഷൻ ഡി ആണ്. അടുത്ത മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം, നിപ്പയും പകരും, അതേപോലെ ജപ്പാനീസ് എൻസെഫലൈറ്റിസ് പകരും. അപ്പോൾ ഇതിന് ആൻസർ ഏതാ വരിക? ഓപ്ഷൻ മുകളിൽ കൊടുത്തിരിക്കുന്നത് 2 ആണ് ആൻസർ കേട്ടോ. മുകളിൽ കൊടുത്തിരിക്കുന്നത് 2. നിർജ്ജലീകരണത്തിന് കൊടുക്കുന്നത് ORS ആണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ചെയ്തപ്പോൾ. ആർദ്രം ദൗത്യത്തിൻ്റെ ലക്ഷ്യം ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് സേവനം, OP. അതാണ് ആർദ്രം ദൗത്യം. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത് pH 7 ആണ്. മനുഷ്യ ശരീരത്തിലെ ബാഹ്യ പരാതി എന്ന് പറയുന്നത് പേനാണ്. അശ്വമേധം പ്രചാരണം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠം. അത് നമുക്ക് ഏകദേശം അറിയാം. അശ്വമേധം എന്നുള്ള പ്രോഗ്രാം കാണുമ്പോൾ തന്നെ നമുക്ക് ഒരാളെ കണ്ടുപിടിക്കാൻ വെച്ചാൽ ഭയങ്കര കഷ്ടപ്പാടാണ് അല്ലേ? കഷ്ടം എന്ന് ഓർത്ത് വെച്ചാൽ മതി. അവിടെ ഇത് സ്കീമാണ് ചോദിക്കുന്നത് കേട്ടോ. ഇത് കുഷ്ഠമായിട്ട് ബന്ധപ്പെട്ട സ്കീമാണ്, പക്ഷെ ഓർമ്മിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. സ്വാന്തന പരിചയം നടത്തുന്നതാണ് കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്കാണ് സ്വാന്തന പരിചയം നൽകുന്നത്.
ഇൻസുലിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഏത്? പ്രമേഹം. വൈറ്റമിനുകളുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന അന്ധതയാണ് ഏത്? നിശാന്തത. വൈറ്റമിൻ എ കൊണ്ടുണ്ടാകുന്നതാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇപ്പോഴും ഉള്ളത്, ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഉള്ളത്, മൻസുഖ് മാണ്ഡവ്യ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മാറിയിട്ട് മാറ്റി പഠിക്കണം കേട്ടോ. കുറേ കാലത്തിന് ശേഷം കാണുന്ന വീഡിയോ ആണെങ്കിൽ മാറ്റിയിട്ട് പഠിക്കണം. അത് നിങ്ങൾക്ക് ആരോഗ്യം എന്താണെന്ന് വെച്ചാൽ മനസ്സിനുള്ള സുഖമാണ്. ഓക്കെ, മനസ്സിൻ്റെ സുഖം കൂടി ചേർന്നാണ് ആരോഗ്യം എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിനാണ് കോവാക്സിനും അതേപോലെ കോവിഷീൽഡും. ഇതിൽ 1, 2 ആണ് ആൻസർ. ഓപ്ഷൻ ഏതാ? എ ആണ്. സോ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഞാൻ നാളത്തേക്കുള്ള ടോപ്പിക്കുകൾ എന്ത് ചെയ്യും, ഞാൻ ടെലഗ്രാമിൽ അല്ലെങ്കിൽ ഇതിലിടാം, വാട്സപ്പിലിടാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്തിട്ട് വരിക. ഓക്കെ, അപ്പോൾ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. മാർക്ക് ജസ്റ്റ് എഴുതി വെച്ചാൽ മതി, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യണം. അല്ലാതെ നിങ്ങൾക്ക് എന്തില്ല, ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല. ഏത് ഏരിയ ആണ് വീക്കായിട്ട് വരുന്നത് എന്നുള്ളത് നോക്കട്ടോ. കാരണം ചില ആളുകൾക്ക് സയൻസ് ആയിരിക്കും, ചില ആളുകൾക്ക് മാത്സ് ആയിരിക്കും, ചില ആളുകൾക്ക് സോഷ്യൽ ആയിരിക്കും, GK ആയിരിക്കും, അങ്ങനെ പലരും. ചില ആളുകൾക്ക് ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ വീക്കായിട്ടുള്ള ഏരിയ നിങ്ങൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും റാങ്ക് ലിസ്റ്റ് എത്തില്ല. കാരണം ഈ ഒരു ടൈമിൽ അത്രയും കോമ്പറ്റീഷനാണ്. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ഓക്കെ.